ഷേ, ഇവൻ എന്താ ഈ കാണിച്ചത്? ക്രിസ്റ്റി ദേഷ്യത്തോടെ അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാ ചേട്ടായി, ഏട്ടത്തിക്ക് ഇന്ന് എന്തെങ്കിലും കൊടുക്കുമെന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. വേണ്ടായിരുന്നു, മോശമായിപ്പോയി. അതും ഇവരുടെ എല്ലാവരുടെയൊക്കെ മുമ്പിൽ വെച്ച്. റയാൻ അവനെ നോക്കി പറഞ്ഞു. അവന് ചിലപ്പോൾ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പ്രതികരിച്ചത്. അല്ലാതെ ഒരിക്കലും അവളെ വേദനിപ്പിക്കാൻ അവന് കഴിയില്ല. ക്രിസ്റ്റി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി. അപ്പോഴേക്കും ചാർലിയുടെ മമ്മിയും ഋഷുവും കൂടി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ സമാധാനിപ്പിച്ചു. അവൾ അപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. മോളെ, കരയാതെ, ചാർലിയുടെ മമ്മി അവളെ സമാധാനപ്പെടുത്തി. നീ ഇവിടെ നിൽക്ക്, ഞാൻ അവൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ട് വരട്ടെ. ക്രിസ്റ്റി അത് പറഞ്ഞതും റയാൻ തലയാട്ടി. ക്രിസ്റ്റി അവിടെ നിന്നും ചാർലിയുടെ അടുത്തേക്ക് പോയതും റയാൻ ഷീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടത്തി, റയാൻ അവളെ ചേർത്ത് പിടിച്ചു. ഷീതു അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി കരഞ്ഞു. എല്ലാവരും ആകെ വിഷമിച്ചു പോയി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവളുടെ ചുറ്റിനും കൂടി, പെൺപിള്ളേരും സോണിയും എല്ലാം. എന്നാൽ സനൂഷയ്ക്ക് ആ രംഗം കണ്ട് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. അവൾ ഷീതുവിനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അവൾക്ക് അങ്ങനെ തന്നെ വേണം, സനൂഷ ആരോടെന്നില്ലാതെ പറഞ്ഞു. നിനക്ക് എങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്? ഒരുപക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നിന്റെ ചേച്ചിയല്ലേ? അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ റിനോഷ് അവളോട് ചോദിച്ചു. ചേച്ചി, എനിക്ക് അങ്ങനെയുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും ആരോടുമില്ല. ഇവിടെ എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല, അപ്പോഴേ ഇനി ബാക്കിയുള്ളവരുടെ കാര്യം, അവൾ പുച്ഛിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം, റിനോഷ് പറഞ്ഞതും അവൾ റിനോഷിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്ന നീ? നിനക്ക് നമ്മുടെ രണ്ട് മക്കളുടെ കാര്യമോ എൻ്റെ കാര്യമോ ഒന്നും നോക്കാൻ സമയമില്ലല്ലോ. ഒരു ഫോൺ കൊണ്ട് എവിടെയെങ്കിലും കുത്തിയിരിക്കണം. തരം കിട്ടുമ്പോൾ എൻ്റെ അമ്മയുടെ നെഞ്ചത്തോട്ട് കുതിര കയറണം, എൻ്റെ സഹോദരങ്ങളെ തമ്മിലടുപ്പിക്കണം. ഇതൊക്കെ തന്നെയല്ലേ നിൻ്റെ പരിപാടി? നീ നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ സനൂഷേ? അയാൾ കൈമലർത്തി കാണിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അതിനവൾ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. എന്തൊക്കെയും പിള്ളേർക്കും എല്ലാം അവളുടെ സങ്കടം കണ്ട് വിഷമം വന്നു. എല്ലാവരും പരസ്പരം നോക്കി. എങ്ങനെ അവളെ സമാധാനിപ്പിക്കുമെന്ന് അവർക്ക് മനസ്സിലായില്ല. ഏട്ടത്തി കരയാതെ, ചേട്ടായിക്ക് ദേഷ്യം വന്നതുകൊണ്ടല്ലേ. ചേട്ടത്തി എന്താ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞങ്ങളെ വിളിച്ച് പറയാഞ്ഞത്? ഒരുപക്ഷെ ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ചേട്ടത്തിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? റയാൻ അവളോട് പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. അവൻ എന്ത് തെമ്മടുത്തരോ കാണിച്ചത് റയാൻ? എന്തിൻ്റെ പേരിലാണെങ്കിലും മോളെങ്ങനെ തല്ലാൻ പാടുണ്ടോ? അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നോക്ക് അവളുടെ കവിളത്ത് അവൻ്റെ കൈപ്പാടുകൾ. അവരുടെ മമ്മി അവനെ നോക്കി പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും മമ്മി, ചേട്ടായിക്ക് അത്ര ദേഷ്യം വന്നതുകൊണ്ടായിരിക്കും. റയാൻ അവളോട് പറഞ്ഞതും അവരൊന്നും തന്നെ മിണ്ടിയില്ല. ചീത്തു, അവൾ കരയുന്നത് കണ്ട് ഇസുവും അവളെ വിളിച്ച് വിതുമ്പാൻ തുടങ്ങി. മോളെ, ഇങ്ങനെ കരയാതിരിക്കുക. ദേ, മോള് കരയുന്നത് കണ്ട് കുഞ്ഞും കരയുന്നുണ്ട്, ചാർലിയുടെ പപ്പ അവിടെ നിന്ന് പറഞ്ഞു. എല്ലാവരും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മോളെ, ദേവൻ അങ്ങോട്ടേക്ക് വന്ന് അവളെ വിളിച്ചതും അവൾ പെട്ടെന്ന് റയാൻ്റെ നെഞ്ചിൽ നിന്നും ദേവനെ മുറുക്കി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ പേടിച്ചിട്ടാ അച്ഛാ, ആരോടും ഒന്നും പറയാഞ്ഞത്. ആദ്യമായിട്ട് ഇവിടേക്ക് വന്നിട്ട് ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ കരുതി. മാത്രമല്ല, നിങ്ങളോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ചിലപ്പോൾ അയാൾ എന്നെ ഉപദ്രവിച്ചാലോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാഞ്ഞത്. പക്ഷെ ചെറിയച്ഛന്മാർ എനിക്കെതിരെ നിൽക്കുമെന്നോ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുമെന്നോ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ അങ്ങനെയൊന്നും അല്ല അവരെ ഇത്രയും ദിവസം കണ്ടത്. എന്നോട് കാണിച്ച സ്നേഹമൊക്കെ സത്യമായിരിക്കുമെന്ന് ഞാൻ കരുതി. സങ്കടത്തോടെ അയാളെ നോക്കി പറഞ്ഞു. സാരമില്ല മോളെ, നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ മാത്രമല്ലേ കഴിയുള്ളൂ. അവർക്ക് ചിലപ്പോൾ ബന്ധങ്ങളെക്കാൾ വലുത് സ്വത്തും പണമൊക്കെ ആയിരിക്കും. നമ്മളെപ്പോലെ ആകണം മറ്റൊരാളെന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ. ദേവൻ അവളെ സമാധാനപ്പെടുത്തി പറഞ്ഞു. ദേവേട്ട, ഗോവിന്ദൻ്റെയും വാസുദേവൻ്റെയും ഭാര്യമാർ അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ വിളിച്ചു. എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് അയാൾ നോക്കി. അവർ പെട്ടെന്ന് അയാളുടെ മുൻപിൽ കൈകുപ്പിയതിനു ശേഷം അയാളുടെ കാലിൽ പിടിച്ചു. പെട്ടെന്നുള്ളവരുടെ പ്രവൃത്തിയിൽ ദേവൻ പേടിച്ചു പോയി. അയാൾ പെട്ടെന്ന് പുറകിലേക്ക് മാറി. എന്താ നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്നത്? രണ്ടുപേരും എഴുന്നേറ്റെ. തറയിൽ മുട്ടുകുത്തിയിരുന്ന അയാളുടെ കാലിൽ പിടിക്കാൻ ശ്രമിക്കുന്ന അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. അത് കേട്ടതും അവർ നിറകണ്ണുകളോടെ അവിടെ നിന്നും എഴുന്നേറ്റു. നിങ്ങളല്ലല്ലോ തെറ്റ് ചെയ്തത് മുഴുവൻ എൻ്റെ അനിയന്മാരല്ലേ. അതിന് നിങ്ങളോ മക്കളോ എന്നോട് മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല. കരയാതിരിക്കെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അവരെ രണ്ടുപേരെയും പുറത്തിറക്കാനുള്ള എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ അവരെ രണ്ടുപേരെയും സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും അവർ രണ്ടുപേരും തലയാട്ടി. ദേവ, പെട്ടെന്ന് മുത്തശ്ശി വിളിച്ചതും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് നീണ്ടു. നമുക്ക് തറവാട്ടിലേക്ക് മടങ്ങിപ്പോകാം. ബാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരം പറച്ചിലും ഒക്കെ തറവാട്ടിൽ ചെന്നതിന് ശേഷം മതി. ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വേണ്ട. കുറച്ചൊക്കെ നാട്ടുകാർ അവിടെ നിൽക്കുന്നത് കണ്ട് മുത്തശ്ശി എല്ലാവരെയും നോക്കി ഉറക്കെ പറഞ്ഞു. എല്ലാവരും തിരികെ തറവാട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. വരൂ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി സംസാരിക്കാം. ചാർലിയുടെ പപ്പയും മമ്മിയും ഒക്കെ നോക്കി മുത്തശ്ശി പറഞ്ഞതും അവരും തലയാട്ടി. നീ മോളെയും കുഞ്ഞിനെയൊക്കെ കൂട്ടി തറവാട്ടിലേക്ക് ചെല്ല്. ഞാനും റയാനും അവൻ്റെ അടുത്ത് പോയി അവനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരാം. ചാർലിയുടെ പപ്പ മമ്മിയെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ഷീതു അയാളുടെ മുഖത്തേക്ക് നോക്കി. മോൾ വിഷമിക്കാതിരിക്കുക, ഞങ്ങൾ അവനെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നോളാം. നിങ്ങൾ തറവാട്ടിലേക്ക് പോയിക്കോ. അയാൾ പറഞ്ഞതും അവളും തലയാട്ടി. സനൂഷയ്ക്കാണെങ്കിൽ എല്ലാവരും ഷീതുവിനെ സമാധാനിപ്പിക്കുന്നതൊക്കെ കണ്ട ആകെ ദേഷ്യവും അസൂയയും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു.
അതെ ഏട്ടത്തി, ഞങ്ങൾ ഏട്ടനെയും കൊണ്ട് വന്നോളാം. റയാൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി. ശേഷം ദേവൻ്റെ ഒക്കെ ഒപ്പം തറവാട്ടിലേക്ക് പോകാൻ തുടങ്ങി. റയാനും ചാർലിയുടെ പപ്പയും അവനെയും തിരക്കി നടന്നു. ഡി, പോവാണോ? നന്ദ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവിടെ നിന്നും തറവാട്ടിലേക്ക് പോകാനായി തുടങ്ങിയതും ആകാശ് അവളുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. വിട്, ആരെങ്കിലും കാണും. നന്ദ അവനെ നോക്കി പറഞ്ഞു. എല്ലാവരും കുറച്ച് മുൻപിലേക്ക് നടന്നതുകൊണ്ട് തന്നെ ആരും അവരെ രണ്ടുപേരെയും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ നന്ദയെ കാണാതെ തിരിഞ്ഞു നോക്കിയ വീണ അവരെ രണ്ടുപേരെയും കണ്ടിരുന്നു. അങ്ങോട്ടേക്ക് നോക്കിയ നന്ദയും കണ്ടു വീണ അവളെ തിരിഞ്ഞു നോക്കുന്നത്. വാ, വീണ പെട്ടെന്ന് അവളെ നോക്കി പറഞ്ഞു. ഏട്ടാ വീട്, എനിക്ക് അവരുടെ കൂടെ തറവാട്ടിൽ പോകണം. ചേട്ടന്മാരാരെങ്കിലും കണ്ട പ്രശ്നമാകും. നന്ദ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരി. എന്നാൽ അവളുടെ നാവിൽ നിന്നും ഉണ്ണിയേട്ടാന്ന് ആദ്യമായിട്ട് കേൾക്കുന്നതിൽ പകച്ചു നിൽക്കുകയായിരുന്നു ആകാശ്. നീ എന്തെപ്പന്നെ വിളിച്ചേ? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അപ്പോഴാണ് അവൾ എന്താ ശരിക്കും അവനെ വിളിച്ചതെന്ന് അവളും ചിന്തിച്ചത്. അത് പിന്നെ ഞാൻ അവരുടെ കൂടെ പൊയ്ക്കോട്ടെ. അവനെ ഫേസ് ചെയ്യാൻ വയ്യാഞ്ഞതും അവൾ വീണ്ടും അവനെ നോക്കി പറഞ്ഞു. ഞാൻ വിടാം, പക്ഷെ അതിനു മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ ഉത്തരം പറ. നീ എന്തിപ്പോൾ പറഞ്ഞത്? എന്നെ വിളിച്ച ആ പേര് ഒന്നുകൂടി നീ വിളിക്കുമോ? എങ്കിൽ ഞാൻ വിട്ടേക്കാം. പ്ലീസ് നന്ദ, എനിക്കത് കേൾക്കാൻ അത്ര ആഗ്രഹം ഉണ്ടായിട്ടല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അവൻ വീണ്ടും അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ണിയേട്ടാ, അവൾ അവനെ നോക്കാതെ വിളിച്ചു. മുഖം താഴ്ത്തിയായിരുന്നു അത് പറഞ്ഞത്. അവളുടെ നാണവും മറ്റും കണ്ട് അവന് ചിരി വന്നു. അവൻ പെട്ടെന്ന് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. ശേഷം അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. ഇനി പൊയ്ക്കോ, പക്ഷേ എനിക്ക് നിന്നെ കാണണം. എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇത്രയും നാൾ പറയാൻ ബാക്കി വെച്ചതൊക്കെ എനിക്ക് നിന്നോട് പറയണം. ഞാൻ വിളിക്കാം. അപ്പം നാളെ എവിടേക്കാണ് വരേണ്ടതെന്ന് ഞാൻ പറയാം. ആകാശ് അവളെ നോക്കി പറഞ്ഞു. അതിനവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൾ ഓടിപ്പോയി. തറവാട്ടിലേക്ക് ചെന്നതും എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരുന്നു. നന്ദയാണെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് ഐസ് എടുത്തുകൊണ്ട് വന്ന് അവളുടെ കവളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പെമ്പിള്ളേരെല്ലാവരും സോണിയും ഋഷുവിനെയും പരിചയപ്പെടുകയാണ്. ഒപ്പം അവർ ഇസുവിനെ കളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെന്താ ചേച്ചി ഇത്? ചേട്ടൻ്റെ വിരൽ മുഴുവൻ ഇതിൽ പതിഞ്ഞിട്ടുണ്ടല്ലോ. ചേച്ചിക്ക് ഇവിടെ നടന്ന കാര്യങ്ങൾ എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? അയാളങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആരും അറിയാതെ നമുക്കിത് സോൾവ് ചെയ്യാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചേച്ചിക്ക് തല്ലും കിട്ടില്ലായിരുന്നു. നന്ദ അവളെ നോക്കി പറഞ്ഞു. അതിനൊന്നും ഷീതു മറുപടി പറഞ്ഞില്ല. ചേച്ചി പറയില്ല നന്ദേ, ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നത്. സഹി ഇടുമ്പോൾ ആരായാലും തല്ലിപ്പോവില്ലേ? ഇത് തന്നെ ചാർലി ചായൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. സോണി പറയുന്നത് കേട്ട് ഷീതുവും നന്ദയും അങ്ങോട്ടേക്ക് നോക്കി. ചേച്ചി എന്നെ നോക്കണ്ട. ചേച്ചിയുടെ സ്വഭാവം അത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തുണ്ടെങ്കിലും മനസ്സിലിങ്ങനെ വെച്ചേക്കും. ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയണ്ടേ? അത് ചെയ്യില്ല. അത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ ഉണ്ടായിട്ടുള്ളത്. സോണി പറഞ്ഞതും ഋഷു അത് ശരിവെച്ചു. അവൾക്കങ്ങനെ ആരെയും ഉപദ്രവിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ കണ്ട നാൾ മുതലേ ഷീതുമോൾ അങ്ങനെ തന്നെയാണ്. അവളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്തവണ അവൻ അത്രയും ദേഷ്യം വന്നു. പക്ഷെ നമ്മുടെ നാടാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ മറ്റൊരു നാട്ടിൽ വന്നിട്ട്, അതും ആദ്യമായിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണ്ടേ? ഇതൊക്കെയാണോ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ചാർലിയുടെ മമ്മി പറയുന്നത് കേട്ട് ഷീതു തലകുനിച്ചു. ആൻറ്റിക്ക് ഈ ചേച്ചിയെ വഴക്ക് പറഞ്ഞ് ഈ സ്വഭാവം ഒന്ന് മാറ്റിയെടുത്തൂടെ? ആര്യ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. വഴക്ക് പറയാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവളുടെ മുഖത്ത് നോക്കി ഒന്നും പറയാൻ എനിക്ക് തോന്നാറില്ല. അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ഒന്ന് ചിരിച്ചു. ഇനി എങ്ങനെയാ ചാർലി ചേട്ടൻ്റെ ദേഷ്യം മാറ്റുന്നേ? ആകെ കലപ്പിലാണെന്ന് തോന്നുന്നത്, വീണ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ഷീതുവും അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുകയായിരുന്നു. അവൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഇവളോടങ്ങനെ പിണങ്ങിയിരിക്കാനൊന്നും അവന് കഴിയില്ല. ചാർലിയുടെ മമ്മി വീണ്ടും പറഞ്ഞു. ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുക. മുത്തശ്ശി അവരെ നോക്കി. അയ്യോ, അമ്മ എന്തിനാ ഞങ്ങളോട് മാപ്പ് ചോദിക്കുന്നത്? സത്യത്തിൽ ഞങ്ങൾ നാളെ തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്നാണ് വിചാരിച്ചത്. വെളുപ്പിനെ ഇറങ്ങാമെന്നൊക്കെയാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പിന്നെ പെട്ടെന്നായിരുന്നു തീരുമാനം മാറ്റിയത്. സോണിയും കൂടി ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചാർലി തന്നെയാണ് പറഞ്ഞത് ഇന്ന് പോകാമെന്ന്. പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം ഒരു ദൈവനിശ്ചയം പോലെ തോന്നുന്നു. എങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സങ്കടത്തോടെ പറഞ്ഞു. അല്ല അരുമോളെ, സനൂഷ എവിടെ? റിനോഷിനെയും പിള്ളേരെയും ഒന്നും കാണുന്നില്ലല്ലോ. നമ്മുടെ ഒപ്പം അവർ വന്നില്ലായിരുന്നോ? മുത്തശ്ശി സംശയത്തോട് ചോദിച്ചു. അറിയില്ല മുത്തശ്ശി, ചിലപ്പോൾ അന്ന് മുത്തശ്ശി പറഞ്ഞില്ലേ ഇനി ഉത്സവത്തിൻ്റെ അന്ന് തറവാട്ടിലേക്ക് വന്നാൽ മതിയെന്ന്. അതിൻ്റെ ഒരു ദേഷ്യം ചേച്ചിക്ക് എല്ലാവരോടും ഉണ്ട്. അതായിരിക്കും ഇങ്ങോട്ടേക്ക് വരാഞ്ഞത്. ചിലപ്പോൾ അമ്പലത്തിൽ തന്നെ കാണും. അവൾ തിരികെ മറുപടി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. ക്രിസ്റ്റി നേരെ പോയത് അവൻ്റെ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്കായിരുന്നു. പോകുന്ന വഴി ചാർലിയെ വിളിച്ചു നോക്കിയെങ്കിലും അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും വണ്ടിയുടെ അടുത്ത് കാണുമെന്ന് കരുതി അവൻ അങ്ങോട്ടേക്ക് ചെന്നു. അവൻ മനസ്സിൽ കരുതിയിരുന്നത് പോലെ തന്നെ കാറിൽ ഡ്രൈവർ സീറ്റിലിരിക്കുകയായിരുന്നു അവൻ. സീറ്റ് പുറകിലേക്ക് വെച്ച് സീറ്റിലേക്ക് ചാരി കിടക്കുകയാണ്. ക്രിസ്റ്റി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഡാ ചാർലി, അവൻ വിളിച്ചതും നെറ്റിയിൽ കൈവച്ച് കണ്ണുകളടച്ച് കിടക്കുകയായിരുന്ന ചാർലി അവനെ നോക്കി എഴുന്നേറ്റു. പിന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. നീ അവളെ തല്ലണ്ടായിരുന്നു, ക്രിസ്റ്റി പറഞ്ഞു. അറിയാം, ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ ആ നിമിഷം അങ്ങനെ സംഭവിച്ചു പോയി. എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ എന്തോ മനസ്സ് കൈവിട്ടു പോയി. വേണ്ടാന്ന് മനസ്സ് ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ ബുദ്ധി പ്രവർത്തിച്ചു, അവൻ പറഞ്ഞു.
അവൾക്ക് നല്ല സങ്കടമായി. മമ്മിയെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നിന്റെ 5 വിരലും അവളുടെ കവളിൽ പതിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടല്ലേ നീ അവളോട്? അവൻ ബാക്കി പറയാതെ നിർത്തി. അത് കേട്ടതും ചാർലിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒന്ന് മൂളിയതല്ലാതെ അവൻ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പപ്പയും റയാനും അവിടേക്ക് വരുന്നത്. പപ്പയെ കണ്ടതും ചാർലി ഒന്നും മിണ്ടാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവരൊക്കെ തറവാട്ടിലേക്ക് പോയി. നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടാണ് മുത്തശ്ശിയൊക്കെ പോയത്. റയാൻ അങ്ങോട്ടേക്ക് വന്ന് അവരെ നോക്കി പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. ചാർലി പെട്ടെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്നു. ജോപ്പൻ അവൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു. പിന്നെ നീ എവിടേക്ക് പോകും? നമ്മളെല്ലാവരും ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ? തറവാട്ടിൽ ഒരു ദിവസമെങ്കിലും നീ വന്നണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിട്ടല്ലേ? അതല്ലേ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. അതും അവൾക്കൊരു സർപ്രൈസ്. എന്നിട്ടിപ്പോൾ നീ വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ജോപ്പൻ അവനെ നോക്കി ചോദിച്ചതും അവന് മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പപ്പേ, ഐ ആം സോറി. എനിക്കറിയാം അവളെ ഒരിക്കലും തല്ലാൻ പാടില്ലായിരുന്നു. പപ്പയും മമ്മിയും ഞങ്ങളെ 3 പേരെയും പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയത് അങ്ങനെയായിരുന്നു. എന്തോ എനിക്കെല്ലാം കൂടി സങ്കടവും ദേഷ്യവും വന്നു. അതുകൊണ്ട് സംഭവിച്ചു പോയതാ. എനിക്കവളെ ഫേസ് ചെയ്യാൻ പറ്റില്ല പപ്പേ. അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം കാണാൻ എനിക്ക് കഴിയില്ല. എല്ലാവരും എന്നെ കാണാൻ പോകുന്നത് പെണ്ണിനെ തല്ലിയവനെന്നായിരിക്കും. ഞാൻ നാളെ വന്നോളാം, നിങ്ങൾ പൊയ്ക്കോ. അവൻ സങ്കടത്തോടെ അയാളെ നോക്കി പറഞ്ഞു. ചാർലി, നിങ്ങളെ 3 പേരെ എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ എന്തുകൊണ്ടൊരു കാര്യം പ്രവർത്തിക്കുന്നു എന്നും പ്രവർത്തിക്കാതിരിക്കുന്നില്ല എന്നും ഒരപ്പനായി എനിക്ക് മനസ്സിലാവും. നീ പറഞ്ഞത് ശരിയാ, പെൺകുട്ടികളെ തല്ലുന്നത് ആണത്വമൊന്നുമല്ല. പക്ഷേ ഇവിടെ നിനക്ക് എന്തിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും നന്നായിട്ട് മനസ്സിലാകും. നീ അത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു തവണ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് കരുതി അത്രയും നാളും നീ അവളെ സ്നേഹിച്ചതിൽ കുറവൊന്നും വരുത്തിയിട്ടില്ലല്ലോ. നിന്റെ ടെൻഷൻ എത്രത്തോളാണെന്ന് അവൾക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് ആരും നിന്നെപ്പറ്റി അങ്ങനെ വിചാരിക്കുമെന്ന് നീ കരുതണ്ട. നമുക്ക് തറവാട്ടിലേക്ക് പോകാം. ദേവൻ ഉൾപ്പെടെ എല്ലാവരും നമ്മളെ അവിടെ ക്ഷണിച്ചിട്ടാ പോയത്. നിന്നെയും കൂട്ടി എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലണമെന്നാണ് മുത്തശ്ശി പറഞ്ഞതുപോലും. ബാക്കിയൊക്കെ നമുക്ക് തറവാട്ടിൽ ചെന്നതിന് ശേഷം സംസാരിക്കാം. വാ. ജോപ്പൻ ഓരോന്നും പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തി. അവർ 3 പേരും കൂടി അവിടെ നിന്നും തറവാട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് സനൂഷ അവിടേക്ക് ചെന്നത്. സനൂഷ അവിടെ കണ്ടതും അവർ 3 പേരും സംശയത്തോടെ അവളെ നോക്കി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അവൾ അവരെ 3 പേരെ നോക്കി പറഞ്ഞു. അവളെ അവിടെ കണ്ടതും റയാൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. കാരണം തൻ്റെ ഏട്ടത്തിയെ കുറച്ചു മുമ്പ് കുറ്റം പറഞ്ഞത് ഇവളാണല്ലോ എന്ന് അവൻ ചിന്തിച്ചിരുന്നു. എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? സനൂഷ ഒരു ചെറു പുഞ്ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്താ മോൾക്ക് പറയാനുള്ളത്? ജോപ്പനാണ് അവളോട് ചോദിച്ചത്. അത് നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെയൊന്നും അല്ല ശീതളിൻ്റെ സ്വഭാവം. അവൾ മുഖവരി ഒന്നുമില്ലാതെ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും റയാൻ അവൻ്റെ കൈകൾ ചുരുട്ടി. ചാർലി ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. പപ്പയും സംശയത്തോടെ നിൽക്കുകയായിരുന്നു. മോൾ എന്താ പറഞ്ഞു വരുന്നത്? അയാൾ വീണ്ടും ചോദിച്ചു. അതങ്കിൾ, പറയുന്നത് കൊണ്ട് എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ശീതള നിങ്ങൾ കരുതുന്നത് പോലെ അത്ര പാവമൊന്നുമല്ല, സ്വഭാവം അത്ര നല്ലതല്ല. ഈ പറഞ്ഞ വിഷ്ണുവായിട്ട് അവൾ പലയിടത്തു നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ രണ്ടും കൂടി നിങ്ങളൊക്കെ വരുന്നതിന് മുൻപേ ഇവിടെ നിന്ന് നാട് കടക്കാൻ പോയതാണോന്ന് ആർക്കറിയാം. തന്നെയല്ല, അവൾക്ക് ആണുങ്ങളെയൊക്കെ മയക്കെടുക്കാൻ അപാര കഴിവ് തന്നെയാണ്. അവൾ പറഞ്ഞവസാനിപ്പിച്ചതും ആരുടെയോ കൈകൾ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. അവൾ കവിളിൽ കൈവച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനിയൊരു അക്ഷരൻ്റെ പെണ്ണിനെ പറ്റി നീ പറഞ്ഞാലുണ്ടല്ലോ മോളെ, നിന്നെ ഞാൻ കൊന്നു കുഴിച്ചു മൂടും. അവൾ ദേഷ്യത്തോടെ അവളുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിരുന്നു. അവൻ്റെ ഭാവവ്യത്യാസം കണ്ട് റയാനും ഒപ്പനും പേടിച്ചു പോയിരുന്നു. പക്ഷെ പിന്നെയും അവൾക്ക് അത് തന്നെ വേണമെന്നായിരുന്നു അവരും ചിന്തിച്ചത്. എൻ്റെ പെണ്ണിനെ ഞാൻ വഴക്ക് പറയും, ചിലപ്പോൾ ഞാൻ തല്ലും, സ്നേഹിക്കും എന്ന് കരുതി പുറത്തുനിന്ന് വന്ന ഒരുത്തി എൻ്റെ പെണ്ണിനെ പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി മേലാൽ നിൻ്റെ പുഴുത്ത നാവുകൊണ്ട് അവളെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നിന്നെ നിലത്ത് നിന്നും പെറുക്കിയെടുക്കേണ്ടി വരും. കുറച്ചു മുമ്പ് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ പറഞ്ഞപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചതാ നിനക്കൊരെണ്ണം. പെണ്ണുങ്ങളെ തല്ലുന്നത് നല്ലതല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം, പക്ഷെ നിന്നെപ്പോലെ ഉള്ളവളുമാർക്ക് ഒരെണ്ണം അത്യാവശ്യമാണ്. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു. അപ്പോഴേക്കും അവളെ കാണാതെ റിനോഷ് അവളുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. അവൾ ഒന്നും തന്നെ മിണ്ടാതെ ഫോണിലേക്ക് നോക്കിയതിന് ശേഷം അവിടെ നിന്നും പോയി. ഇപ്പം ചേട്ടായി ചെയ്തത് കറക്റ്റ് കാര്യമാണ്. അവിടെ വെച്ച് ഏട്ടത്തി അവൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നോക്കി വെച്ചതാ അവളെ. ഇപ്പം എനിക്ക് സന്തോഷവും സമാധാനവും തോന്നുന്നുണ്ട്. റയാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി വന്നതാ പെണ്ണ്. അങ്ങനെയാണെന്ന് വരുത്തി തീർത്താൽ പിന്നെ നിങ്ങളെപ്പോഴും വഴക്കാരിക്കുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. എൻ്റെ മനസ്സിൽ കനൽ കോരിയിടാൻ വേണ്ടിയിട്ട് അവൾ വന്നത്. ജോപ്പൻ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി. ഇവളെപ്പറ്റി ശീതൾ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കാര്യം എന്താണെന്ന് അവൾ പറഞ്ഞില്ല. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇവളത്ര നല്ലതൊന്നുമല്ല. അത് അവളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. ക്രിസ്റ്റി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. സനൂഷ് അവിടെ നിന്നും തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്കാണ് പോകാൻ തുടങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും അവളെ തിരക്കി അയാൾ അങ്ങോട്ടേക്ക് വന്നിരുന്നു. നീ ഇതെവിടെ പോയിരിക്കുകയായിരുന്നു? എത്ര നേരിട്ട് നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്നറിയാവോ? അല്ല, ഇതെന്താ നിൻ്റെ കവിളിൽ? അയാൾ സംശയത്തോടെ അവളുടെ കവിളിലൊന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞു.
അത് പിന്നെ അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. സത്യം പറ, നീ എവിടേക്ക് പോയതാ? അയാൾ വീണ്ടും ചോദിച്ചു. അത് ഞാൻ പിന്നെ അവൾ പറഞ്ഞതും റിനോഷ് മുമ്പിലേക്ക് നോക്കി. അവിടെ നിൽക്കുകയായിരുന്നു ക്രിസ്റ്റിയും റയാനും ജോപ്പനും എല്ലാം. അതിൽ നിന്ന് തന്നെ അവന് മനസ്സിലായ ആരോ അവളെ തല്ലിയിട്ടുണ്ടെന്ന്. നിനക്ക് ഇനിയും മതിയായില്ലോടി? അവൻ പരിഹാസത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്നാൽ അവളതിന് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. അവർക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ നീ ഇപ്പോൾ പോയത്? എന്തായാലും നീ അരുതാത്തതെന്തോ അവരോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവർ നിന്നെ ദേഷ്യപ്പെട്ട് തല്ലില്ല. എന്തിനാ സനൂഷ ഇങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങാനായിട്ട് നടക്കുന്നേ? നിനക്ക് ഇനിയെങ്കിലും നന്നായിക്കൂടെ? അയാൾ കൈമലർത്തി കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എന്തായാലും ഒരു ദിവസം കൊണ്ട് നിങ്ങൾ നന്നായല്ലോ. അവളും തിരികെ പരിഹാസത്തോടെ അയാളോട് മറുപടി പറഞ്ഞു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു. തറവാട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. റിനോഷ് അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അയാളെ നോക്കി. നമ്മളെന്തിനാ തറവാട്ടിൽ ചെല്ലുന്നത്? നമ്മളോട് ഉത്സവത്തിൻ്റെ അന്ന് അവിടെ ചെന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്? അവൾ അയാളെ നോക്കി ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. ഇന്ന് തന്നെ ചെല്ലണമെന്ന് മുത്തശ്ശി പറഞ്ഞു. അയാൾ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. മുത്തശ്ശി പറഞ്ഞത് പ്രകാരം റിനോഷും സനൂഷയും തറവാട്ടിലേക്ക് ചെന്നു. ഒപ്പം അവരുടെ പിള്ളേരും ഉണ്ടായിരുന്നു. ചാർലി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജോപ്പൻ സമ്മതിച്ചില്ല. അവനെയും കൊണ്ട് അവരും തറവാട്ടിലേക്ക് വന്നു. അവർ വന്നപ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഷീതു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൻ അവളെ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. അതവൾക്ക് ഒരുപാട് സങ്കടമായി. അവൾ സങ്കടത്തോടെ ക്രിസ്റ്റിയുടെ റയാൻ്റെ മുഖത്തേക്ക് നോക്കി. അവരാണെങ്കിൽ ഒന്നുമില്ലാന്ന് അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. മുത്തശ്ശി എന്താ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? റിനോഷ സംശയത്തോടെ അവരെ നോക്കി. ഷീതുമോളെ, അയാൾ അങ്ങനെ ചോദിച്ചത് മുത്തശ്ശി അവളെ നോക്കി വിളിച്ചു. അവളാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് മുത്തശ്ശിയെ നോക്കി. മോൾ അമ്പലത്തിൽ വെച്ച് പറഞ്ഞിരുന്നില്ല എന്തോ ഒരു കാര്യം? അവർ പറഞ്ഞതും അവൾ നെറ്റിച്ചൊളിച്ചു. ഇവളുടെ കാര്യം എന്തോ മോൾ പറയാനായിട്ട് വന്നില്ലേ? പിന്നെ മോളത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതെന്താണെന്ന് ഞങ്ങൾക്കറിയണം. വേണ്ടിയിട്ട് എല്ലാവരോടും ഇവിടേക്ക് വരാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. സ്വന്തം മക്കൾ പോലും എന്നോട് അങ്ങനെ കാണിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്ക് എന്തോ ഒരു കാര്യം ഇവളെപ്പറ്റി അറിയാം. മുത്തശ്ശി അത് പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ നേരിപ്പോയത് സനൂഷയുടെ മുഖത്തേക്കാണ്. എല്ലാവരും അത് മറന്നു കളഞ്ഞു എന്നായിരുന്നു സനൂഷ വിചാരിച്ചിരുന്നത്. എന്നാൽ മുത്തശ്ശിക്ക് അത് അറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് അവൾക്ക് തോന്നി. ഷീത തൻ്റെ കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിനെയും തൻ്റെ വീട്ടുകാരെയും ഒക്കെ തനിക്ക് നഷ്ടപ്പെടുമെന്ന് അവൾക്ക് തോന്നി. അവനെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ബന്ധം സ്ഥാപിക്കുന്നത് തറവാട്ടിന് തന്നെ ചീത്തപ്പേരാണ്. അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞു കഴിയുമ്പോൾ ആ നാട്ടിൽ നിന്ന് പോലും തന്നെ പറഞ്ഞു വിടുമെന്ന് അവൾക്കറിയായിരുന്നു. മോളെ ഷീതു, മുത്തശ്ശി വീണ്ടും വിളിച്ചു. ഷീതു വീണ്ടും ചാർലിയെ നോക്കി. അവനാണെങ്കിൽ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. ഞാൻ പറയാം മുത്തശ്ശി. പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. നന്ദ പെൺകുട്ടികളുടെ അടുത്തു നിന്നും കുറച്ച് മുൻപിലേക്ക് വന്നു. ചേച്ചി പറയാൻ വന്ന കാര്യം പകുതിക്ക് നിർത്തി. പക്ഷെ അതെന്താണെന്ന് എനിക്കറിയാം. നന്ദ പറയുന്നത് കേട്ട് ഷീതു അവളെ നോക്കി. ചേച്ചി ഈ കാര്യം ഇപ്പോഴല്ലേ അറിഞ്ഞത്? എങ്കിൽ ഞാൻ അറിഞ്ഞിട്ട് കുറേയായി. പറയേണ്ട, ആരും അറിയേണ്ടെന്ന് കരുതി ഇത്രയും നാൾ ഞാൻ മനസ്സിൽ കൊണ്ടു കിടന്നു. ഇവരെ ഞാൻ ഇത്രത്തോളം വെറുക്കാൻ പോലും കാരണം ഇതാ. ഇവരെ എൻ്റെ ചേച്ചിയാണെന്ന് പോലും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. നന്ദ സനൂഷയുടെ നേരെ കൈകൾ ചൂണ്ടി പറഞ്ഞു. ആർക്കും ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നന്ദേ, എന്താ മോളെ നീ പറയുന്നേ? ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലായില്ല. അവളുടെ അമ്മ അവളെ നോക്കി പറഞ്ഞു. അമ്മേ, ചേച്ചിയും ആ വിഷ്ണുവും അയാളും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ട്. എന്നിട്ടിപ്പോൾ ഒരു കൂസലില്ലാതെ ചേച്ചി പറഞ്ഞത് നോക്കിക്കേ. നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് മറ്റൊരാളുടെ തലയിലേക്ക് കൊണ്ടിടാൻ? നന്ദ അവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. നന്ദേ, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് ബോധമുണ്ടോ? വീണ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. വീണയുടെ കൈകൾ തൻ്റെ കയ്യിൽ നിന്നും മാറ്റി. ബോധത്തോടെ തന്നെയാണ് ചേച്ചി പറയുന്നത്. ഇത്രയും നാൾ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം എൻ്റെ മനസ്സിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല. പറഞ്ഞാൽ അത് ബോധിപ്പിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുകളില്ല. ഞാൻ പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ആരുടെ മുന്നിലും ഒന്നും പറയാഞ്ഞത്. ഇന്ന് നമ്മുടെ ശീത ചേച്ചി ഇവർ അടച്ച് ആക്ഷേപിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നാട്ടുകാർ മുഴുവൻ അവിടെ നോക്കിക്കൊണ്ട് നിന്നതുകൊണ്ടാണ് ഞാൻ അറിയാമെന്ന് പറയാഞ്ഞത്. ഇത് മുത്തശ്ശി ചോദിക്കണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നിവിടെ പറയും. നന്ദ വാശിയോടെ സനൂഷയെ നോക്കി പറഞ്ഞു. സനൂഷ പേടിയോടെ അവളെ നോക്കി.